എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനേന ഇന്നോണം വ്യത്യസ്തമായ വിഷയങ്ങളിൽ നമ്മൾ വെബിനാറുകൾ നടത്തി വരുന്നു. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് അറിവുകൾ നേടേണ്ടതുണ്ട്, ഒരുപാട് അപ്ഡേറ്റഡ് ആവേണ്ടത്, അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സൈക്കോളജി, സൈക്കോതെറാപ്പി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് നോളജുകൾ നൽകുന്ന ഒരു ഹബ്ബ് എന്ന രൂപത്തിലാണ് നമ്മൾ ഈ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നത്. വെബിനാറുകളായിട്ടും അതുപോലെ വർക്ക്ഷോപ്പുകളായിട്ടും നമ്മൾ ഒട്ടനവധി കോഴ്സസ് നടത്തി വരികയാണ്. സോ നമ്മൾ അത്തരത്തിൽ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് ചിൽഡ്രൻ ഓഫ് ഇയേഴ്സ് സൈക്കോളജി ഓഫ് ഇയേഴ്സ് ഇൻ ചിൽഡ്രൻ എന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്കസ് ലീഡ് ചെയ്യുന്നത് വർഷ മേമാണ്. മേം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, അതോടൊപ്പം റെമഡിയൽ ട്രെയിനർ ആണ്. മെമ്മിന്റെ ഒരുപാട് കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ ഒട്ടനവധി സൈക്കോ തെറാപ്പി കോഴ്സുകൾ നടത്തി വരുന്നതാണ്. ABA തെറാപ്പി, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി തുടങ്ങി ഒട്ടനവധി കോഴ്സസ് മാം നടത്തി വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു സെഷനിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വർഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you so much, Rahmat. Okay, good evening all. കേൾക്കുന്നുണ്ടോ? Good evening. Good evening. അപ്പൊ അതില് കുറച്ചുപേരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഞാൻ ഇൻട്രൊഡ്യൂസ്. എന്റെ പേര് വർഷ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലുള്ള ചില പേടി. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാ. പക്ഷേ ഞാനിപ്പോ കേസസ് ഒക്കെ എടുക്കുമ്പോഴേ ഞാൻ കരുതിയത് ഇതിൽ കുറച്ചൊരു കുറവ് ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ നോക്കുമ്പോ ഈ എന്താ പറയാ, പേടിയുടെ കേസുകൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവരിങ്ങനെ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോ വരാ, അത് കണ്ട് പേടിക്കുക. പിന്നെ എന്ന് വെച്ചാൽ പാരന്റ്സിന് അറിയുന്നില്ല ഇതിന്റെ ഒരു ഒറിജിൻ എവിടെ നിന്നാണ്. അപ്പൊ ഈ ഫിയർ എന്ന് പറഞ്ഞ പല രീതിയിൽ വരാം അല്ലെ, അതിന്റെ ഒരു കോസ് തന്നെ പല കാര്യങ്ങളും ആയിരിക്കാം. അപ്പോ നമ്മൾ ആ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യും. ഒപ്പം 2-3 കേസസും നമുക്ക് പറയാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഫോണിൽ നിന്നാണ് കയറുന്നത്. ഓക്കെ, ഓക്കെ, കേൾക്കാമോ? ഓക്കെ, പറഞ്ഞോട്ടെ. എനിക്ക് ചെറിയ ബ്രേക്ക് ആയിട്ട് കേട്ടെ. ചാറ്റിലിടാവോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു കേസ് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടീന്റെ കാര്യമാണ്. അപ്പോ ആള് ഇപ്പോ ഫുള്ളി ഓക്കെ ആയി. അപ്പൊ ഫസ്റ്റ് കുട്ടി വന്ന സമയത്ത് നമുക്കും ടെൻഷനായിരുന്നു, ഇത് ഓക്കെ ആവും, എത്ര പെട്ടെന്ന് നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനിൽ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അതിനൊരു നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. ആളുടെ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ നടക്കുന്ന സമയത്ത് കല്ലൊരഞ്ഞിട്ട് കാലിലൊരു ചെറിയൊരു പാട് വന്നു. ഓക്കെ, ചെറിയൊരു പാട് വന്നു. അപ്പോ കുട്ടി വിചാരിച്ചത് അത് പാമ്പ് കുത്തിയതായിരിക്കും എന്നുള്ളതാണ് ആള് വിചാരിച്ചേ. അപ്പൊ അത് നമ്മൾ കളിയാക്കേണ്ട വിഷയമൊന്നുമല്ലല്ലോ. നമ്മളും ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കുറെ പേടിയൊക്കെ പേടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇതായിരിക്കും എന്ന് കരുതി, അങ്ങനെ കരുതിയിട്ട് ആൾ എന്ത് ചെയ്യാണ്, ആൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ചോദിക്കാണ്, എന്ത് പറ്റി, എന്റെ കാലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ എല്ലാരും പറഞ്ഞു, ഈ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നല്ല, ഇത് കല്ലിന്റെ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അവര് ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴേക്കും അതല്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആൾക്ക് ഓക്കെ ആയി, തിരിച്ചു വന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നുണ്ടായെന്ന് വെച്ചാ ഡോക്ടർ അത് പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ല, ഇത് അതല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആൾക്ക് പിന്നീട് അത് പേടി മാറുന്നില്ല. കുറേ ദിവസങ്ങളോളം ഇത് പുറമെ കാണിക്കാനായിട്ട് തുടങ്ങി. വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, വിൻഡോ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആള് തുടങ്ങിയിരുന്നു. പക്ഷെ അതിന് ശേഷം ആള് സൊമാറ്റിക് ആയിട്ടുള്ള സിംറ്റംസും കാണിക്കാൻ തുടങ്ങി. സൈക്കോസൊമാറ്റിക് ആയിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരാ, തലവേദന വരാ, ഫേസിൽ കളർ ചേഞ്ച് വരാം. എന്ന് വെച്ചാൽ പേടിക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷന്റെ ഭാഗമായിട്ട് ഫേസിൽ മാറ്റങ്ങൾ വരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് കൺസൾട്ടിങ്ങിന് വന്നത്. കൺസൾട്ടിങ്ങിന് വന്നതിന് ശേഷം ആ ഫിയർ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുള്ള തെറാപ്പി കൊടുത്തു. 2 സെഷൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ആ കുട്ടിയുടെ പാരന്റ്സ് ആണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത്, എന്താ പറയാ, നമുക്ക് ആകെ ഒരു സെഷൻ ടൈമിലല്ലേ അവരെ കിട്ടുന്നുള്ളൂ. പക്ഷെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്ത ആ കുട്ടിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തത് ആ കുട്ടീന്റെ പാരന്റ്സ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് അവരെ ഓർമ്മയുണ്ട്. കാരണം അവർ അത്രയും സ്ട്രോങ്, കാരണം ചില പാരന്റ്സ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറില്ല. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോ കുട്ടികൾക്ക് പ്രശ്നമുണ്ട്, പക്ഷെ പാരന്റ്സിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ടൈം ഇല്ലാത്തതും കാണുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പാരന്റ്സ് ശരിക്കും അവരുടെ ഒരു, എന്താ പറയാ, ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടും കൂടിയിട്ടാണ് ആ കുട്ടി പെട്ടെന്ന് അത് ഓക്കെ ആക്കാൻ പറ്റിയത്. അപ്പോ ആളുടെ ഫിയർ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അതിനെ മാറ്റിയില്ല എന്നാണെങ്കിൽ എന്ത് പറ്റും, ഇതേപോലെയുള്ള സൈക്കോസൊമാറ്റിക് സിംറ്റംസ് ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങും, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അത് നമുക്ക് ഓവറോൾ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനൊക്കെ പ്രശ്നമായി തുടങ്ങല്ലേ, ഇല്ലേ? നിങ്ങക്ക് ചെറുപ്പത്തില് പേടിയൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഇല്ല പേടിയില്ല, കുഞ്ഞിലുള്ള പേടി ഉണ്ടായിരുന്നോ? ആർക്കും ഉണ്ടായിരുന്നില്ല പേടിയൊന്നും? ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഓക്കെ, ഇരുട്ടിലൊക്കെ എന്തിനായിരുന്നു പേടിയായിരുന്നു. പേടി? ഒരു റൂമിൽ അപ്പുറത്തെ റൂമിലോട്ടൊക്കെ പോകാനൊക്കെ പേടിയായിരുന്നു ആ ചെറുതായിരുന്നു സമയത്ത്. ഓക്കെ, ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്. പിന്നെ എന്തിനായിരുന്നു പേടി? എനിക്ക് ഇരുട്ട് പേടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇരുട്ട്, മുറിന്ന് അപ്പുറത്തേക്ക് പോവാ, എസ്പെഷ്യലി അതെ അതെ. രാത്രികളില്. പിന്നെ വേറെ ഡിഫറെന്റ് പേടിയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഡിഫറെന്റ് പേടി ഉണ്ടായിരുന്ന? പല്ലി, പാറ്റ, പഴുതാര, ആ ഇതിനെയൊക്കെ. ഇപ്പൊ ഉണ്ടോ അത്? ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പോഴും പല്ലി പേടിയൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പൊ ചില പേടികൾ എന്താ, നമുക്ക് വലിയ കുഴപ്പമൊന്നും തരാണ്ട്, ഇപ്പൊ പല്ലി പാറ്റാണെങ്കിൽ അത് വരുമ്പോ പേടിച്ചാൽ മതിയല്ലോ, അല്ലെ? ബാക്കി സമയത്തൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ചില സമയത്ത് ഈ പേടി എന്തുട്ടെന്ന് വെച്ചാൽ നമ്മളെ മൊത്തത്തിൽ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ ഒതുക്കി കളയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലേ, എല്ലാവരിലും വരുന്ന ഒന്നാണ് ഈ ഫിയർ. അപ്പോ അത് ഏറ്റവും കൂടുതലും ഇത് കൂടുതലായിട്ട് നിൽക്കുക നമ്മുടെ ചൈൽഡ്ഹുഡിലായിരിക്കും. ഓക്കെ. അപ്പൊ ചില ആളുകൾക്ക് ഇരുട്ട് പേടിയായിരിക്കും, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോ, ഇടിവെട്ടിന്റെ ഒക്കെ ശബ്ദം കേട്ടിട്ട് പേടിക്കില്ലേ? പിന്നെ ചില കുട്ടികൾക്ക് സ്കൂൾ എന്ന് പറയുന്നത് പേടിയായിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായിരിക്കും. അപ്പോ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയിം ചെയ്യാനുള്ള ഒരു കാര്യമല്ല, അല്ലെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഫിയർ നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ തന്നെ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫിയർ ഇല്ല, ഒരു ഹെൽത്തി രീതിയിലുള്ള ഫിയർ ഇല്ല എന്നാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കില്ല, തീ കണ്ട നമ്മൾ കൈയെടുത്തിടും, അല്ലെ? കാരണം നമുക്ക് ഒന്നിനെയും പേടിയില്ല. അപ്പൊ നമുക്ക് എവിടെ വെച്ച് ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, അല്ലെ? അപ്പോ ഫിയർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് സ്ട്രോങ് ആയിട്ട് ലോങ് ആയിട്ട് ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യേണ്ട മറ്റു കാര്യങ്ങളിൽ നിന്ന് ആ കുട്ടീനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറും, അല്ലെ? അപ്പൊ ഫിയർ എന്നുള്ളത് പിന്നീട് ഒരു ആൻസൈറ്റി ആയിട്ട് മാറും, ഫോബിയ ആയിട്ട് മാറും. അവസാനം ആ കുട്ടി എന്ത് ചെയ്യും? മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും റെഫ്യൂസൽ ആയിരിക്കും അവസാനമായിട്ട് ഉണ്ടാവുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സാധാരണ നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന കുറച്ച് ഫിയർ ഉണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോൾ മാറും. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ ഉറങ്ങാൻ പേടിയാവുമ്പോഴേക്കും ഞാൻ അമ്മേടെ അടുത്ത് പറയും, എനിക്ക് രാത്രി ഉറങ്ങാൻ പേടിയാ, എനിക്ക് പ്രേതം വരുമെന്ന് ഓർത്തിട്ട് പേടിയാന്ന് പറയും. അപ്പൊ അമ്മ ചെറുപ്പത്തിലെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എന്നോട് പറയും, നീ വലുതായി കഴിയുമ്പോ പേടി മാറും.
ഓക്കെ, ആ സമയത്ത് ആ പേടീനെ ഒന്നും ചെയ്തിട്ടില്ല, നീ വലുതാവുമ്പോ ആ പേടീനെ മാറും എന്ന് പറയും. ഓരോ ബർത്ത്ഡേ വരുമ്പോ ഞാൻ വിചാരിക്കും അടുത്ത വർഷം ഈ വർഷം എന്റെ പേടി, ഞാൻ വലുതായിക്കൊണ്ടിരിക്കില്ലേ എന്റെ പേടി പറഞ്ഞു. പക്ഷെ ഒരു കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13-14 വയസ്സൊക്കെ ആയപ്പോഴേക്കാണ് പിന്നെ അത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഈ പേടീനെ നമ്മൾ കറക്റ്റ് ആയിട്ട് കുട്ടികൾ വന്ന് പറയുമ്പോ നമ്മൾ അതിങ്ങനെ സാരില്ല പിന്നെ മാറിക്കോളും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും പിന്നെ ഇതിനൊക്കെയാണോ പേടിക്കണേ, ഈ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു വിടാം. പക്ഷെ അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നീട്. അപ്പോ ഫിയർ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുക. ഫോബിയ ആയിട്ട് മാറാ. ഒരു കുട്ടീനെ എനിക്ക് പരിചയമുള്ളതുണ്ട്, ആൾക്ക് ടെഡി ബെയറിനെയൊക്കെ ആദ്യമേ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ആ കുട്ടി ചെറുപ്പത്തിലെ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അതില് ഈ ഗോസ്റ്റ് ഹൊറർ മൂവി ആയിരുന്നു കണ്ടിരുന്നത്. ഒരു ഹൊറർ മൂവി ആയിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം ആൾക്ക് ടെഡി ബെയറിനെ പേടി. അപ്പൊ ആദ്യം ഒരു ചെറിയ പേടിന്നാണ് തുടങ്ങിയത്. അപ്പൊ ഈ ചെറിയ പേടിയും തുടങ്ങിയപ്പോഴേക്കും ആൾക്ക് ടെഡി ബെയറിന്, ഇപ്പൊ കടയിൽ പോയാലൊന്നും ആള് ടെഡി ബെയറിനെ വാങ്ങാൻ സമ്മതിക്കില്ല, പള്ളിപ്പെരുന്നാളിന് പോയാൽ സമ്മതിക്കില്ല, ഉത്സവത്തിന് പോയാൽ സമ്മതിക്കില്ല, ടെഡി ബെയറിനെ വീട്ടിൽ കയറ്റാൻ ഇഷ്ടമില്ല. അപ്പൊ അത് പിന്നെ പാരന്റ്സ് വിചാരിച്ചു കുഴപ്പമില്ല, അത് ഇനി വലുതാകുമ്പോ മാറിക്കോളും എന്നുള്ള രീതിയിലാണ് അവരുണ്ടായ. അവർ ആ ഫിയറിനെ കുറിച്ച് പിന്നീട് ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. കുട്ടി വളർന്നു. അത് സംഭവിച്ചത് 4th 5th ആ സമയത്തായിരുന്നു. അതിനുശേഷം ആള് കുറച്ചും കൂടി ആയപ്പോഴേക്കും ഈ ഫിയർ അങ്ങനെ തന്നെ ഉണ്ടായി. കാരണം ഈ ഫിയറിനെ നമ്മൾ മാറ്റാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല, ശരിയായിക്കോളും എന്ന് പറഞ്ഞ ഇതിൽ തന്നെ അല്ലേ നിന്നിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെഡി ബെയർ ഉള്ള വീട്ടിലേക്ക് പോവാണ്ടായി. നേരത്തെ സ്വന്തം വീട്ടിലാണ് ഈ ടെഡി ബെയറിനെ കയറ്റാൻ സമ്മതിക്കാണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെഡി ബെയറിനെ കാണുന്ന വീടുകളില്ലേ, ആ വീട്ടിലേക്ക് എങ്ങും പോയില്ല. ഇപ്പൊ ഒരു കസിന്റെ വീട്ടിൽ പോകുമ്പോഴേക്കും ആ കസിന്റെ വീട്ടിൽ ആദ്യം വിളിച്ചു വെക്കും. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് അറിയോ? 10th പഠിക്കുന്ന സമയത്ത്. 10th പഠിക്കുന്ന ടൈമിൽ വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ടെഡി ബെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ വരില്ല. അപ്പൊ കസിൻസ് എന്ത് ചെയ്യും? അവർക്ക് തമാശയായിട്ടല്ലേ അവരെടുക്കുക അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ടെഡി ബെയറിനെ പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് അത് എന്തായിട്ടായിരിക്കും തോന്നുക? നമ്മൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ സൈക്കോളജി പരമായിട്ടല്ല, അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കോ? ഇല്ലെങ്കിൽ പിന്നെ അത് മാറിക്കോളൂ. ഏത് രീതിയിലായിരിക്കും നമ്മൾ എടുക്കുക? നോർമലായിട്ട്. കോമഡി ആയിട്ട് എടുക്കും, അവരെയൊക്കെ അതെ, കളിക്കും. അതെ. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി സൈക്കോളജി അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും, അതെ, ഓക്കെ നമ്മൾ പിന്നെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണം. പക്ഷെ അതിനേക്കാൾ അതെ അതല്ലാതെ നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാണോ ടെഡി ബെയറിനെ പേടി? ഈ ഇതിലായിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷെ അതെ അതെ ഇതേപോലെ കസിൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ടെഡി ബെയറിനെ പേടിയാണല്ലോ. അപ്പോ അവരെ വിളിക്കുമ്പോഴത്തേക്കും അവര് പറയും, ഇല്ലടി ഇവിടെ ടെഡി ബെയർ ഒന്നും ഇല്ല, നീ വീട്ടിലേക്ക് പോന്നു എന്ന് പറയും. എന്നിട്ട് ഇവര് ടെഡി ബെയറിനെ ഒളിപ്പിച്ചു വെക്കും. ആ കുട്ടി വരും, ആ കുട്ടീന്റെ ഫാമിലി ഉൾപ്പെടെയാണ് ആ വീട്ടിലേക്ക് വരണേ. വീട്ടിൽ വന്നതിന് ശേഷം എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ടെഡി ബെയറിനെ എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ തന്നെ ആള് കരയാൻ തുടങ്ങും, ആള് പാനിക് ആവാൻ തുടങ്ങും. പിന്നെ ആൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോണം എന്നുള്ള ഇതിലേക്കാണ് വരണേ. അപ്പൊ അത് ആക്ച്വലി ഒരു ഹെൽത്തി ഫിയർ ആണോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടീന്റെ ലൈഫിനെ തന്നെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അതും 10th ആയിട്ടും അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അത് അന്നാണ് പാരന്റ്സ് റിയലൈസ് ചെയ്യണേ. അതിനുശേഷമാണ് ആൾക്കുള്ള ഹെൽപ്പ് എടുത്തു തുടങ്ങിയത്. അത് കുറച്ച് കണ്ടിന്യൂ ചെയ്തപ്പോ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അത് കുറയാനായിട്ട് തുടങ്ങി. അപ്പൊ ഫിയർ ചില സമയത്ത് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ എഫക്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിയറിനെ ഇഗ്നോർ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മളുടെ ആ ഒരു അഡോളസെന്റ് പീരീഡിലും പിന്നെ നമ്മൾ അഡൽട്ട്ഹുഡിൽ വരെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഫിയർ ഒരു പ്രൊട്ടക്റ്റീവ് ഇമോഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് അലാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഡേഞ്ചറിൽ നിന്നൊക്കെ നമുക്ക് അലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ ആയിട്ട് നമുക്ക് ഫിയറിനെ കാണാം. പക്ഷെ അത് നമുക്ക് സർവൈവലിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ എക്സസീവ് ഫിയർ വരുമ്പോഴേക്കും അത് ഒരു കുട്ടിയിൽ ഇമോഷണൽ ഡിസ്ട്രെസ്സും അതുപോലെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് നിൽക്കാനും അക്കാഡമിക് വൈസ് ചാലഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടികളായിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പേടികൾ നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നോർമൽ ഫിയർ ഉണ്ട്, പിന്നെ പത്തോളജിക്കൽ ഫിയർ. ഹെൽത്തി അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ഫിയർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാ.
ഇപ്പൊ എല്ലാ ഫിയറും നമുക്ക് ബാഡ് എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ട് ഈ ഡെവലപ്മെന്റൽ ഫിയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ കുട്ടികളായിരിക്കുന്ന സമയത്ത് എങ്ങനെയാ, നമുക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ പേടിയായിരിക്കും ഇല്ലേ? നമ്മളുടെ വീട്ടിലല്ലാത്ത, നമ്മളോട് പരിചയമില്ലാത്ത പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ ചിലപ്പോ കുട്ടികൾക്ക് എന്തായിരിക്കും, പേടിയുണ്ടാവും. പിന്നെ പാരന്റ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള പേടി അല്ലെ? പാരന്റ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോയി കഴിയുമ്പോൾ പേടിയാണ്, എന്നെ വിട്ടിട്ട് പോയോ തിരിച്ചു വരുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ള പേടി. പിന്നെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഗോസ്റ്റ്, സ്പിരിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട്, മോൺസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളോട് പേടിയായിരിക്കും. അതിനുശേഷം ഒരു പ്രാവശ്യമൊക്കെ വീണു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പേടികൾ വരാം സ്കൂൾ ഏജ് ഒക്കെ ആവുമ്പോൾ. പിന്നെ മുതിർന്ന കുട്ടികളാണെങ്കിലോ, അവർക്ക് പേടി എന്ന് പറയുന്നത് ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവർ എക്സാമിന് തോക്കുന്നതോ അല്ലെങ്കിൽ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നതോ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കുന്നതോ. അപ്പൊ നമ്മൾ ഈ ഓരോ ഏജ് അനുസരിച്ചും നമുക്ക് പല രീതിയിലുള്ള പേടികൾ വരാം. അത് നമ്മളുടെ ഏജ് അനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെന്താ, അത് വരും അത് പോകും, അത് അങ്ങനെയാണ് ഡെവലപ്മെന്റൽ ഫിയേഴ്സ്. അത് വരും, അത് കഴിയുമ്പോഴേക്കും നമ്മൾ പുതിയ എക്സ്പീരിയൻസസ് കിട്ടുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് ആ ഫിയർ റെഡ്യൂസ് ആവും. പക്ഷെ പത്തോളജിക്കൽ ഫിയേഴ്സിലേക്ക് വരുമ്പോ അത് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ ടൂ സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇരുട്ടിനെ പേടിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ ചെറുതായിരുന്നപ്പോ അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു മോന് ഇരുട്ടിനെ പേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇരുട്ടിനെ പേടിച്ച് കഴിയുമ്പോഴേക്കും ആള് അമ്മേനെ വിളിക്കാണ്, അമ്മ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു വിളിച്ചാൽ അത് ഓക്കെ. പക്ഷെ നേരെ മറിച്ച് ആ കുട്ടി അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല, രാത്രി ആവുമ്പോഴേക്കും എല്ലാ വീട്ടും മുഴുവൻ ലൈറ്റ് ഇട്ട് വെക്കാണ്, ആ സമയമാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പേടിക്കുന്നു, പുതപ്പിന്റെ ഉള്ളിൽ നിൽക്കുക, എല്ലാ ദിവസവും ഇത് തന്നെ, അതിനൊരു മാറ്റവും വരുന്നില്ല. അങ്ങനെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം ആണല്ലോ. അപ്പൊ അത് ചിലപ്പോ ദിവസങ്ങളോളം മാസങ്ങളോളം ഈ ഫിയർ ഉണ്ടാവും, അതങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഈ കുട്ടീനെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ഫിയർ കാരണം. ആക്ടിവിറ്റീസ് ഒന്നും മര്യാദക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഫിസിക്കൽ സിംറ്റംസ് ആയി മാറും. വയറുവേദന, ഛർദിക്കാൻ വരാ, വിറവല് വരാ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഈ പേടി മാറും. ഇത് മാത്രല്ല, കുട്ടികൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലും ഈ ഫിയർ തന്നെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടിട്ടായിരിക്കാം മേ ബി ഫിയർ ജനറേറ്റ് ചെയ്തേക്കണേ. ഈ രീതിയിലാണ് പാത്തോളജിക്കൽ ഫിയറിൽ വരുന്നത്. പക്ഷെ അത് മറ്റ് ഫിയറിനെ പോലെയല്ല, ഇത് കുറെ സ്ട്രോങ് ആയിരിക്കും, കുറെ മാസങ്ങളോളം ചിലപ്പോൾ നിൽക്കും, ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബാധിക്കാൻ തുടങ്ങും. ഇമോഷണൽ ഹെൽത്ത് പെട്ടെന്ന് അവർ സെൻസിറ്റീവ് ആവാ, ഒരു കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റില്ല. കാരണം അവരൊരു ഫുൾ എന്താ പറയാ, അലാം ആയിട്ടായിരിക്കും അവർ, ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയിട്ടായിരിക്കും അവര് നിൽക്കുന്നുണ്ടാവാം. അപ്പൊ അവർക്ക് ആ കുട്ടീനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. മര്യാദക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സ് പറയുന്ന കേൾക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിയേ, കുട്ടികൾക്ക് ഈ പേടി ഭയങ്കര കൂടുതലാ. കാരണം ഇപ്പൊ കഴിഞ്ഞൊരു നമുക്ക് പിൻബലിൽ നിന്ന് തന്നെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിലും കുറെ കുട്ടികൾ ഇതുപോലെ പേടിയുള്ള കുട്ടികൾ ഉണ്ടായി. ആ പേടി എന്ന് പറഞ്ഞാൽ അവരത് പറയും. ഇതുവരെ അവരോട് പാരന്റ്സ് പോലും ആ പേടിന്റെ എങ്ങനെ തുടങ്ങി എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല, അവർ കളിയാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കിയില്ല എന്നാണെങ്കിൽ പിന്നെ എന്ത് പറ്റും, അത് പ്രശ്നങ്ങളായിട്ട് മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഒരു കുട്ടീനെ റെമഡിയേഷൻ ചെയ്യാൻ വേണ്ടി, LDന്റെ റെമഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് ഇങ്ങനെ വാക്കുകളൊന്നും കിട്ടില്ല. പിന്നെ പാരന്റ്സിന് വിട്ട് നിൽക്കാനൊക്കെ കുറച്ച് ഇതാണ്, ബുദ്ധിമുട്ടാണ് ആൾക്ക്. സെപ്പറേഷൻ ഒക്കെ കുറച്ച് പേടിയാ. പക്ഷെ ഞാനായിട്ട് നല്ലോണം കൂട്ടായത് കാരണം എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കുക. പിന്നെ അവന് ബസ്സൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മള് ബസ് ഇല്ലായിരുന്നു ആ സമയത്ത് ട്ടോ. അവൻ വന്ന ആ ദിവസം ബസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് സ്ട്രോ ആണ് ഉണ്ടായിരുന്നത്. ഈ സ്ട്രോ ഒക്കെ കൂട്ടി വെച്ച് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് ഒരു ബസ് പോലെയൊക്കെ ആക്കി കൊടുത്തപ്പോ ആളായിട്ട് നല്ല റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുക. ആള് പഠിച്ചു തുടങ്ങി. അപ്പൊ പാരന്റ് പറഞ്ഞ പ്രസന്റിങ് കംപ്ലൈൻസിൽ കുട്ടി പഠിക്കുന്നില്ല, ശ്രദ്ധയില്ല, കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു, അതുപോലെ നമ്മള് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലേണിംഗ് റിലേറ്റഡ് കാര്യങ്ങളോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്
ആള് ടോയ്ലറ്റിൽ പോവില്ല. അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടി 3-ാം ക്ലാസ്സിലാണ് പഠിക്കണേ, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ടോയ്ലറ്റിൽ പോവില്ല. അപ്പൊ എല്ലാ കാര്യവും സാധിക്കുന്നത് ക്ലാസ് റൂമിൽ വെച്ച് തന്നെയാ. അപ്പൊ അതൊരു പ്രാവശ്യം ചെയ്തപ്പോ വീട്ടില് അവനെ വിളിച്ചിട്ട് പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവൻ ഇനി ചെയ്യൂല എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ക്ലാസ്സിലിരുന്ന് തന്നെ മൂത്രമൊഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ കംപ്ലൈന്റ് പറയാനായിട്ട് വിളിച്ചു. ടീച്ചർ കംപ്ലൈന്റ് പറഞ്ഞു, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എത്ര പ്രാവശ്യമാണ് നിങ്ങൾ റിമൈൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പാടില്ലേ, ആ കുട്ടീനോട് ടോയ്ലറ്റിൽ പോവാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് പാരന്റ്സിനോട് പറഞ്ഞു. പാരന്റ്സ് അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടും അത് ഓക്കെ ആവുന്നില്ല. അപ്പോ ഇതും അവരുടെ ഒരു കൺസേൺ ആയിരുന്നു. അപ്പോ ഈ പഠിക്കുന്ന കാര്യത്തിന്റെ കൂടെ ഈ ഫിയറും നമ്മൾ അഡ്രസ് ചെയ്യണമല്ലോ. അപ്പൊ ഫിയറിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും ഇങ്ങനെ നമ്മളിങ്ങനെ കളിക്കുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട്, കുറച്ച് ഡോൾസും പിന്നെ കാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കാറിന്റെ ഉള്ളില് 2-3 പേര് ഇരിക്കുന്ന പോലെ, കുഞ്ഞു കാർ, അതിന്റെ ഉള്ളിൽ നമുക്കൊന്നും എടുത്തു വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ കളിക്കാണ്, നമ്മൾ പ്ലേ തെറാപ്പിന്റെ ഒരു മോഡിലാണ് ചെയ്തത്. ഒരു കാറിന്റെ ഉള്ളിൽ ഒരു പേപ്പർ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ 2 മനുഷ്യരാന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാറാ അത്. അപ്പൊ ഈ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിലൊരാൾക്ക് യൂറിൻ പാസ് ചെയ്യണം. പക്ഷെ ആൾക്ക് പറയാനായിട്ട് മടിയാണ്, ആള് ടോയ്ലറ്റിൽ പോവില്ല. അങ്ങനെ കാറിന്റെ ഉള്ളില് ആള് യൂറിൻ പാസ് ചെയ്യണം. അപ്പൊ അതിന് എന്ത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഡ്രോപ്പ് ആ കാറിന്റെ ഉള്ളിൽ ഇട്ട്. അപ്പൊ അവന് ഇഷ്ടമുള്ള കാറാണത്, അതിലാണ് ഈ വെള്ളത്തിന്റെ ഡ്രോപ്പ് ഇട്ടേക്കണത് കേട്ടാ. അപ്പൊ അങ്ങനെ കണ്ടപ്പോഴേക്കും അവന്റെ മുഖമൊക്കെ മാറി. അപ്പൊ അവൻ പറഞ്ഞു, ഇത് എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അവനിങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ആള് പറഞ്ഞില്ലല്ലോ, ആള് പറയാത്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ, ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് നിന്റെ കാറല്ലേ, ഇനി നീ എനിക്കൊന്ന് കളിച്ച് കാണിച്ചു തന്നേന്ന് പറഞ്ഞപ്പോഴേക്കും ആളെന്ത് ചെയ്തു, ഈ കാറില് ഇതുപോലെ ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നും ആൾക്ക്, അപ്പൊ ആളെ പുറത്തേക്ക് ഇറക്കണം എന്ന് പറഞ്ഞ സമയത്ത് അതുപോലെ ആ കുട്ടി അതുപോലെ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കളികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്ക് ആ കുട്ടിയിൽ കാണേണ്ട ഒരു ബിഹേവിയറിനെ ഒരു പ്ലേയിലൂടെ കാണിക്കാൻ തുടങ്ങി. അതുപോലെ വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. ആർട്ടിലൂടെയും ആ ഒരു സംഭവം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ ചോദിച്ചു, എടാ നമുക്ക് ചില സമയത്തൊക്കെ പേടി വരുമല്ലോ, എനിക്ക് പേടിയാണ്, അതുപോലെ നിനക്കും പേടി ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യമൊക്കെ. ഇപ്പൊ എനിക്ക് ചില സമയത്ത് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പേടിയാണ്, നിനക്ക് ഉണ്ടോ അങ്ങനത്തെ പേടി എന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എനിക്ക് പേടിയാ. ഞാൻ ചോദിച്ചു, അതെന്തിനാ പേടിക്കണേ, അതെന്ത് പറ്റി നീ പേടിക്കണേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അത് ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഞാൻ ചോദിച്ചു, ഏതാളാ ടോയ്ലറ്റിലുള്ള? ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഒരു കറുത്ത മനുഷ്യൻ വരും, നമുക്ക് കാണാനൊന്നും പറ്റൂല, അതിങ്ങനെ വന്ന് നിക്കും. അപ്പൊ ഈ പാരന്റ് പറഞ്ഞിരുന്നു, നേരത്തെ ആള് പോട്ടി ട്രെയിനിങ് ഒക്കെ ചെയ്ത കുട്ടിയാ, പെട്ടെന്നാണ് ഇതിങ്ങനെ മാറിയിരിക്കണേ, കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 3-4 മാസമായിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്നേന്നുള്ളത് പാരന്റ്സ് പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയല്ലേ. അപ്പൊ ഈ കുട്ടി പറഞ്ഞത് കറുത്ത മനുഷ്യൻ വരും ടോയ്ലറ്റിന്റെ ഉള്ളില്, ആ ആള് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കാണാൻ പറ്റാത്ത ആള് എങ്ങനെയാണ് നീ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞേ, അതെന്താ, അത് എവിടുന്നാ നിനക്ക് കിട്ടി, ആരാ വന്ന് നിക്കണേന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അത് മിസ്സിന് അറിയാത്തോണ്ടാ, ഒരു വലിയ ആളാ, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും ആ ആള് വന്നിട്ട് നമ്മളെ പിടിച്ചോണ്ടും പോകും, അങ്ങനെ പിടിച്ചോണ്ടും പോയാൽ നമുക്ക് പിന്നെ നമ്മുടെ അച്ഛനെ അമ്മേനെ ഒരിക്കലും കാണാൻ പറ്റൂല, അത് കാരണം ആ ആൾ അവിടെ നിൽക്കുന്ന കാരണമാണ് ഞാൻ ടോയ്ലറ്റിൽ പോവാത്തേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണോ നീ ടോയ്ലറ്റിൽ പോവാത്തെ, ആ ആളാരാ, എന്നോടൊന്ന് പറഞ്ഞ ഞാൻ ഒന്നും കാണട്ടെ ആ ഒരാളെ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, എടാ ഈ ആളെ നമ്മൾ അറിയണമെന്നാണെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയണ്ടേ, എന്നാലല്ലേ അറിയുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞു, ഇല്ല, ആരും എന്നോട് പറഞ്ഞില്ല, എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതാന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തമായിട്ട് തോന്നി അങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമുള്ള ഒരു ഇതില്ല അവന്. വീണ്ടും ചോദിക്കാൻ തുടങ്ങി. വീണ്ടും ചോദിച്ചപ്പോഴേക്കും ആള് പറഞ്ഞത്, ഒരു ദിവസം അമ്മൂമ്മ എന്നോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അമ്മ ഉണ്ടായിരുന്നോ വീട്ടില്? അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മൂമ്മ ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അമ്മൂമ്മ എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, നീ ബാത്റൂമിൽ പോകുമ്പോ കറുത്ത മനുഷ്യൻ നിന്നെ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. അന്ന് തുടങ്ങി എനിക്ക് പേടിയാണ്, അപ്പൊ തുടങ്ങി ഞാൻ ബാത്റൂമിൽ പോവൂല, എനിക്ക് തോന്നിയാലും ഞാൻ പോവൂല, കറുത്ത മനുഷ്യൻ എന്നെ പിടിച്ചോണ്ടും പോയാൽ എനിക്ക് അച്ഛനും അമ്മേനെ കാണാൻ പറ്റോ, അത് കാരണം പോവൂല. ഇതായിരുന്നു ആളുടെ പ്രശ്നം. അപ്പൊ ആ ഫിയർ വന്നത് എവിടെന്നാ, ഈ അമ്മൂമ്മ പറഞ്ഞിട്ടല്ലേ ആ ഫിയർ സ്റ്റാർട്ട് ചെയ്തേ. പക്ഷെ പാരന്റ്സിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവര് ചോദിക്കുമ്പോഴും ആക്ച്വലി ഇവൻ പറയില്ലായിരുന്നു ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെ തുടങ്ങി എന്നുള്ളതൊന്നും ആള് പറയുന്നുണ്ടായില്ല. അതിനുശേഷം അവനെ കൊണ്ട് വരപ്പിക്കുമായിരുന്നു, ഇങ്ങനെ ബാത്റൂമിന്റെ ഉള്ളില് ഒരാള് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ വരപ്പിക്കും.
അപ്പൊ അമ്മൂമ്മ പറഞ്ഞ കാര്യം ഇങ്ങനെ വരപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇവനൊരു സൂപ്പർ ഹീറോനെ പോലെയൊക്കെ വരപ്പിച്ചിട്ട് അതൊരു ആർട്ട് തെറാപ്പി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവനെ സൂപ്പർ ഹീറോനെ പോലെ വരപ്പിച്ചിട്ട് ഈ ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഭയങ്കര ആൾക്ക് അങ്ങനെ ഉണ്ടെന്നാണല്ലോ, അപ്പൊ അതിനെ അങ്ങനെ വരപ്പിക്കും. എന്നിട്ട് അതിനെ ഭയങ്കര ചെറിയ ഇമേജ് ആയിട്ട് വരപ്പിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ആർട്ട് തെറാപ്പിയിൽ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനത്തെ രീതിയിലുള്ള തെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആള് ഓക്കെ ആയത്. അപ്പൊ അത് സംഭവിച്ചപ്പോ എന്താ പറ്റിയത്, ഈ ഒരു കാര്യം അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിട്ട് വന്ന ഫിയർ ആണ്, പക്ഷെ അത് ആ കുട്ടിയുടെ സ്കൂളിൽ പ്രശ്നങ്ങൾ വരുത്താൻ തുടങ്ങി. പ്രിൻസിപ്പൾ കംപ്ലൈന്റ് ചെയ്തു, ടീച്ചർ കംപ്ലൈന്റ് ചെയ്തു. ആ കുട്ടിക്ക് അല്ലേ പ്രോബ്ലം വന്നത്, ആ കുട്ടീനോട് ആരും മിണ്ടാതെയായി. ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സിനൊക്കെ കൂടെ നിൽക്കുമ്പോ പേടിയാ, ആ കുട്ടി എങ്ങനെ യൂറിൻ പാസ് ചെയ്താൽ ഞങ്ങളുടെ ഡ്രസ്സിലേക്കൊക്കെ ആവും എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൊന്നും കൂട്ടുന്നുമില്ല. അപ്പൊ ആ കുട്ടീനെ സംബന്ധിച്ച് എന്ത് വിഷമത്തിലൂടെ ആയിരിക്കും ആ കുട്ടി പോയിട്ടുണ്ടാവുക. പക്ഷെ ഇതിന്റെ കാരണം ഒരു കോസ് അവിടെ ഉണ്ടായിരുന്നു, അത് അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫിയർ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റി. അപ്പൊ ചില ഫിയർ കാരണം നമുക്ക് എന്താണ്, അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിൽ പ്രശ്നം വരാണ്. സ്കൂളിൽ പോവാൻ പേടി, ബാത്റൂമിൽ പോവാൻ പേടി, വീട്ടിൽ തന്നെ പോവാൻ പേടി. പക്ഷെ അതുവഴി മറ്റു പ്രശ്നങ്ങളും അവിടെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഫിയേഴ്സിന്റെ ടൈപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ളതാണ് ഡെവലപ്മെന്റൽ ഫിയർ. എന്ന് വെച്ചാൽ നമ്മുടെ ഏജ് അനുസരിച്ചിട്ട്, നമ്മൾ ഇമാജിനേഷൻ അനുസരിച്ച് നാച്ചുറലി വരുന്ന ഫിയർ ആണ്. ഓക്കെ, അപ്പൊ അത് പക്ഷെ സമയമാകുമ്പോഴേക്കും, കുറച്ചൊന്ന് പോയി കഴിയുമ്പോഴേക്കും അതിൽ ചേഞ്ചസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ സൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, സ്ട്രേഞ്ചറിനെ കാണുന്നതായിരിക്കാം. അതനുസരിച്ച് അത് വരും, അത് പോവും. ഓക്കെ, പിന്നീട് വരുന്നത് സിറ്റുവേഷണൽ ഫിയേഴ്സ് ആണ്. സിറ്റുവേഷണൽ ഫിയേഴ്സ് ആണ് കൂടുതലും നമ്മൾ കാണുന്നത്. കൂടുതലും സിറ്റുവേഷണലും പിന്നെ ലേൺഡ് ക്രോണിക്, ഈ രീതിയിലാണ് കാണുക. സിറ്റുവേഷണൽ ഫിയേഴ്സിൽ നമ്മൾ വരുമ്പോൾ ഓരോ സിറ്റുവേഷൻ ബേസിസിലായിരിക്കും വരാം. എന്ന് വെച്ചാൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയും പാരന്റ്സും കൂടി വേറൊരാളുടെ ബർത്ത്ഡേക്ക് പോവാ. അപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഒരു ലിഫ്റ്റിൽ കയറി പോയ സമയത്ത് ലിഫ്റ്റ് ഒന്ന് കുടുങ്ങിപ്പോയി. അത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഓക്കെ ആയി. പക്ഷെ ആ കുട്ടി അത് പേടിച്ചിട്ടുണ്ടായി. അതിനുശേഷം ക്ലോസ് ആയിട്ടുള്ള മുറിയിൽ പോലും ആള് നിക്കില്ല, അത് പേടിയായി തുടങ്ങി. പക്ഷെ അത് പിന്നെ എക്സ്പോഷർ ചെയ്ത് വന്നപ്പോൾ ആളുടെ ഫേവറേറ്റ് ടോയ് ഒക്കെ വെച്ചിട്ട് എക്സ്പോഷർ ചെയ്യിപ്പിച്ചപ്പോൾ അത് കുറവന്നു. അപ്പൊ സിറ്റുവേഷണൽ ഫിയേഴ്സ് ഏതെങ്കിലും ഒരു ഇവന്റ് ബേസ് ചെയ്തിട്ടോ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടോ അങ്ങനെ ആയിരിക്കും അത് വരാം. ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇപ്പൊ നമ്മൾ കാണാറില്ലേ, ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ എന്താ പറയാ, അത്രയും ഒരു ട്രോമയിലായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതീന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫിയർ ഉണ്ട്. അതും എസ്പെഷ്യലി കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല. ഒരു റെസിലിയൻസ് അവർക്ക് കുറവായിരിക്കും. ഇപ്പൊ സിറ്റുവേഷണൽ ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ഇവന്റിനെ ബേസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നമുക്ക് ആ ഒരു ഫിയർ വരാം. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതുപോലെ വീടിന്റെ അടുത്ത് കളിക്കാൻ പോയി. അപ്പൊ കളിക്കാൻ പോയ സമയത്ത് അവിടെ കുറച്ച് പട്ടികൾ ഉണ്ടായിരുന്നു, ഒരു 3-4 പട്ടി ഉണ്ടായിരുന്നു. കളിക്കാൻ പോയ സമയത്ത് ആള് കണ്ടില്ല, ആള് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി അടുത്തേക്ക് ഓടി വന്നു. അതിനുശേഷം അടുത്ത പട്ടി ഓടി വന്നു. ആള് ഓടി വീട്ടിലേക്ക് കയറി. പക്ഷെ പിന്നീട് ആ വീട്ടിൽ നിന്ന് ആള് സ്കൂളിൽ പോയിട്ട് വാനിലാണ് പോണേ, വാനിൽ തിരിച്ചു വരും. പിന്നെ ആള് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, കാരണം എന്താ, ആൾക്ക് ഉണ്ടായത് ആളെ പട്ടീനെ അന്ന് കണ്ട് പേടിച്ചത്. അതിനുശേഷം ആൾ ഇറങ്ങാതെയായി. ഓക്കെ, രാത്രിയില് ഇതേപോലെ രാത്രിയില് ചില സമയത്ത് അത് വേറൊരു കേസായിരുന്നു. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ഒരു കുട്ടി ട്രിപ്പിന് പോയിട്ട് വരാം. ഓക്കെ, അവര് കാറിനാണ് പോയത്. കാറിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആളുടെ ഫാദർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വഴിയിൽ ലൈറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ആക്കി. ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയപ്പോ ഫുള്ള് ഇരുട്ട്. ഈ കുട്ടി ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാണുന്നത് ഇരുട്ടാണ്. അപ്പൊ ഈ കുട്ടി ഓൾറെഡി കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാ. പെട്ടെന്ന് ആ ഇരുട്ടും കൂടി കണ്ടപ്പോഴേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങി. പിന്നെ ആള് വണ്ടി തന്നെ കരച്ചിലായി. അപ്പൊ തന്നെ ലൈറ്റ് ആളിട്ടെങ്കിലും പിന്നെ ആള് ബാക്കിലേക്ക് വന്ന് ഇരിക്കണം, എന്നിട്ട് കണ്ണടച്ചിട്ട് ഒരു കോർണറിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതും സിറ്റുവേഷണൽ ഫിയർ. പിന്നീടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് സിറ്റുവേഷണൽ ഫിയർ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേൺഡ് ആയിട്ടുള്ള ഫിയർ വരും. ഓക്കെ, ഇപ്പൊ നമ്മള് കുട്ടികള് പാരന്റ്സിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണാം, അവര് നോക്കുമ്പോഴേക്കും എന്താ, അവര് പേടിക്കുന്നുണ്ട്, പാരന്റ്സ് ആ കാര്യത്തിൽ പേടിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി അത് കണ്ടിട്ടല്ലേ വളരെ, അപ്പൊ കുട്ടീന്റെ മനസ്സിൽ എന്താ, അപ്പൊ ഞാൻ അതിനെ പേടിക്കണം. ഓക്കെ, അമ്മയ്ക്ക് പല്ലീനെ പേടിയാ,
അപ്പൊ പല്ലി എന്തോ ഉപദ്രവം ചെയ്യുന്ന ഒന്നാണ്, എനിക്കും പേടിയാ. ഓക്കെ. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. ചില പാരന്റ്സിന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും. അപ്പോ ഒട്ടും വണ്ടിയില്ലാത്ത സമയത്ത് മാത്രം അവർ ക്രോസ് ചെയ്യും. മറ്റേ നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചിട്ടാണെങ്കിലും ക്രോസ് ചെയ്യില്ലേ, അതല്ലാണ്ട് അവർക്ക് ഭയങ്കര പേടി. അപ്പൊ കുട്ടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ കുട്ടിക്കും പേടിയായി തുടങ്ങി. ഇപ്പൊ ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക, ഇപ്പോഴും ക്രോസ് ചെയ്യുമ്പോഴേക്കും പേടി. വേറെ ഇതൊന്നല്ല, ലേൺഡ് ബിഹേവിയർ ആയിരുന്നു അത്, പാരന്റിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യ. അവരങ്ങനെ ആയിരുന്നു, അപ്പൊ കുട്ടി അതിലേക്ക് ആയിപ്പോയി. അപ്പൊ ലേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്തിട്ട് ആ രീതിയിൽ വരാം. ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്താ ഈ കുറെ സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് ലേൺ ഫിയർ ആയിട്ടും സിറ്റുവേഷൻ ഫിയർ ആയിട്ടൊക്കെ പറയാം. ഒരു ദിവസം ഒരു കുട്ടി ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യും, കുട്ടികളൊക്കെ കുറച്ച് നല്ല എൻഗേജ് ഒക്കെ ആയിട്ട് നിർത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ടീച്ചർ എന്ത് ചെയ്യും, കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതില് ഒന്ന് പറഞ്ഞു കൊടുത്തതാണ്, ഏത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതാണ് സ്ലീപ്പ് പാരലൈസിസ് വരുന്ന കാര്യം. അങ്ങനെ ആ കുട്ടി ചോദിക്കുന്നതാണ്, രാത്രി ഉറങ്ങണില്ല, കണ്ണു തുറന്നിരിക്കും, ഒട്ടും ഉറങ്ങണില്ല, രാവിലെ ഉറങ്ങും രാത്രി ഉറങ്ങൂല. കാര്യം എന്താന്ന് പിന്നീട് ചോദിച്ചറിയുമ്പോഴത്തേക്കാണ് പറയണേ, ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോ രാത്രി ഒരാള് വരും, അയാള് കേറി നമ്മളുടെ നെഞ്ചിന്റെ അവിടെ ഇരിക്കും, അവിടെ ഇരുന്നിട്ട് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കും. അപ്പൊ നമ്മുടെ കൈയും കാലൊക്കെ പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് കൈയും കാലം അനങ്ങാൻ പറ്റൂല, ശബ്ദം കിട്ടില്ല. അപ്പൊ അത് ആക്ച്വലി സ്ലീപ്പ് പാരാലിസിസ് ആണല്ലോ. പക്ഷേ ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ ഇവരെ കുറച്ച് എൻഗേജിങ് ആക്കാൻ വേണ്ടി ഇത് പറഞ്ഞു. ആ സമയത്ത് ആ കുട്ടി ആഹാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വന്നെങ്കിലും പിന്നീടുള്ള ഒരു രാത്രിയും ഉറങ്ങിയിട്ടില്ല. രാവിലെ മാത്രമേ ഉറങ്ങുള്ളൂ. അത് കാരണം ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ആ ഫിയർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ പറയാ, കേട്ടിട്ട് വന്നതാണ് അല്ലെ. അത് കേട്ട് ഇങ്ങനത്തെ കാര്യം ഉണ്ടെന്ന് തന്നെ ആ സമയത്താണ് ആൾ അറിയണേ. ഓക്കെ. ആ ടൈമിൽ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു ആയി വരുന്നേ ഉള്ളൂ അവർക്ക്. ഓക്കെ. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഫിയറിനെ പറ്റി അവർ അറിയുന്നത്. അത് പിന്നീട് പ്രശ്നമായി. അതേപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ ചില കുട്ടികൾക്ക് ഉള്ളതാണ് ഇതുപോലത്തെ ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അങ്ങനെ വേറൊരു കൂട്ടം കുട്ടികൾ ഇതുപോലെ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന തന്നെയാണ്, സ്കൂളിൽ വെച്ചിട്ട് ഈ ഏതോ ഒരു മലയാളം മൂവി ഉണ്ട്, പേര് മറന്നുപോയി. ആ മൂവിയില് ഓജോ ബോർഡ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അത് ചെയ്യാനൊന്നും അറിയില്ല. പേപ്പർ എടുത്തിട്ട് 2-3 വര അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് ഓജോ ബോർഡ് കളിക്കാണ്. ടീച്ചർ അറിഞ്ഞാല് വഴക്ക് പറയും. ടീച്ചർ കാണാതെ കളിക്കുന്നു. ഓക്കെ. വരച്ചിരിക്കുന്നത് പോലും വരച്ചിരിക്കാന്ന് വെച്ചാൽ 2-3 ക്രോസ് വരച്ചിട്ടുണ്ട്, 2-3 സർക്കിൾസ് ഒക്കെ വരച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇവരത് കളിച്ചല്ലോ. കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അത് അവരുടെ മനസ്സിൽ ആ ഒരു ഫിയർ നിൽക്കുന്നതുകൊണ്ടാണ്. അവർ ചെയ്തതൊന്നും പ്രോപ്പർ ആയിട്ടൊന്നും അല്ല. പക്ഷെ അത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആയിട്ട് മാറി. സ്കൂളിൽ പോകാൻ പറ്റണില്ല, രാത്രി കിടക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എല്ലാത്തിലും പ്രശ്നങ്ങളായി. ഈ കൂട്ടുകാര് 4 പേര് ഉൾപ്പെട്ടിട്ടാണ് കളിച്ചത്. ഈ 4 പേരെയും ഇവർക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് പിന്നീട് പറ്റുന്നില്ല. ഒരുമിച്ചിരിക്കുമ്പോഴായിരിക്കും ഇനി ആരെങ്കിലും വരാ, ഒരു സ്പിരിറ്റ് വരാ, ഈ രീതിയിലാണ് ഫീൽ ചെയ്തുകൊണ്ട് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഈ സ്കൂൾ കുട്ടികളിലൊക്കെ കാണുന്ന ഫിയറാ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടിയുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നത് അത് ആങ്സൈറ്റി ആയിട്ട് മാറി. അതൊരു ഫിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ആൾക്ക് ഭയങ്കര ആങ്സൈറ്റിയാ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോ ആദ്യം അവരുടെ അമ്മയുടെ വീടൊക്കെ ആയിരിക്കും വെള്ളത്തിൽ പോവുക, അതിനുശേഷമായിരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുള്ളത് അമ്മയുടെ വീട്ടിലാണ്, അമ്മുമ്മ അങ്ങനെ തുടങ്ങിയ ആൾക്കാർ. അവരാദ്യം മരിക്കും, അത് കഴിയുമ്പോ ഞാൻ മരിക്കും. ഈ ഒരു ഇതിലേക്ക് അവർ വരാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഈ കുട്ടികളുടെ ഫിയറിൽ വരുന്ന കുറച്ച് എക്സാമ്പിളാ. പിന്നെ ഇത് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഫിയർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഫോബിക് ആയിട്ട്, ഒരു ഭയങ്കര ഇന്റൻസ് ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഫിയർ വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഒരു പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് പേടിയിരിക്കും അല്ലെ, പാർക്കിൽ പോകാനും അല്ലെങ്കിൽ റോട്ടിൽ നടക്കാനും മറ്റുള്ളവരായിട്ട് കളിക്കാനൊക്കെ പേടിയായി. കാരണം നമുക്ക് ഓൾറെഡി ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഉള്ളിൽ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിയർ ആയിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഒരു ഫിയർ ഉണ്ടാവുമ്പോൾ ആ ഫിയർ എത്രത്തോളം അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ ഒരു ഇത്തിരി സമയത്തേക്കാണെങ്കിൽ ഓക്കെ,
പക്ഷെ അത് അവരുടെ ആക്ടിവിറ്റീസിനോ ഡെയിലി ലൈഫിനോ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ഫിയർ മാനേജബിൾ ആണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണോ ആ കുട്ടിയിൽ കൊണ്ടുവരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പല കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഫിയറിന് ചിലപ്പോ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പാരന്റ്സ് പറയും അവന് പേടിക്കാനുള്ള ഒരു കാര്യങ്ങളും അവന്റെ ചുറ്റും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് പേടിക്കാനുള്ള ഒന്നുമില്ല, പിന്നെ എവിടെന്ന് ഈ പേടി വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയും. അതില് ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് മെറ്റേണൽ സ്ട്രെസ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിന്റെ സമയത്തൊക്കെ ഉള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുട്ടികളെ കുറച്ചും കൂടി ഫിയർ സെൻസിറ്റീവ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും കുട്ടികൾ പേടിക്കുക. ചെറിയൊരു ശബ്ദം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പേടിക്കുക. പിന്നെ ഏർലി എക്സ്പീരിയൻസസ് ബർത്ത് റിലേറ്റഡ് ആയിട്ട് അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതൊക്കെ ഫിയർ ആയിട്ട് പിന്നീട് മാറാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയാ. പിന്നെ അതുപോലെ കെയർ ഗിവിങ്ങിന്റെ കാര്യത്തിൽ, ഓക്കെ, കെയർ ഗിവിങ്, അപ്പോ കെയർ ഗിവിങ് ചെയ്യുന്ന ആള് ഒബ്വിയസ്ലി ചിലപ്പോ പാരന്റ്സ് തന്നെ ആയിരിക്കും. അപ്പൊ പാരന്റ്സ് എത്രത്തോളം അവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. റെസ്പോൺസീവ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അത് ഫിയറിന് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ചിലരെങ്ങനെയാ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആയിരിക്കും, ചിലപ്പോ അതായിരിക്കും ആ ഒരു ഫിയറിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയാം. അപ്പോ പലപ്പോഴും നമ്മൾ കാണുമ്പോ ഒരു ഫിയറിന് ഒരു കോസ് ഇല്ലെങ്കിൽ ചിലപ്പോ ഈ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആള് ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ആള് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇതിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഫിയർ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫിയർ റെസ്പോൺസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഉള്ളതാണ് നമ്മുടെ അമിഗ്ഡാല, പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ അലാം സിസ്റ്റം ആണ്. ഓക്കെ, ഇത് കുട്ടികളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വലുതാവുന്ന അനുസരിച്ച് ആ ആക്റ്റീവ്നെസ് കുറയും. പിന്നെ നമ്മൾ ഈ ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഹൈ ആയിട്ട് തന്നെ ആയിരിക്കും ആക്ടിവിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ അമിഗ്ഡാലയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, നമ്മുടെ ഫിയർ പ്രോസസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അലാം തരുന്നത്, അല്ലെ? അപ്പോ ഇവിടെ എന്ത് പറ്റുന്ന വെച്ചാൽ കുട്ടികളിൽ ഇത് ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പോ വലിയ ആളുകളെക്കാളും ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫിയർ റിയാക്ഷൻസ് ആയിരിക്കും കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു ബ്രെയിൻ റീജിയൻ ഉണ്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് പറയാ. ഇത് നമ്മുടെ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങളും റീസണിങ്ങും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുട്ടികളുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതില് നോക്കിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിയർ റെസ്പോൺസസിനെ ലോജിക്കലി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്തായിരിക്കും കുറെ കൂടി അവര് ഡാർക്ക്നെസ്, മോൺസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പേടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി ഒരു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 18 വയസ്സുള്ള കുട്ടീനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഡാർക്ക്നെസ് ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല, കാരണം ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടീഷനിങ്, നമ്മൾ ഫിയർ ഉണ്ടായ സമയത്ത് നമ്മൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ എന്തായിരിക്കും, നമുക്കൊരു ലാസ്റ്റിംഗ് ഫിയർ ആയിരിക്കാം ചിലപ്പോൾ അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും അതൊരു പേടി ഉണ്ടായി, ആ പേടി ഉണ്ടായ സമയത്ത് ഞാൻ അവിടെ പോകല് നിർത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ പോകാതിരുന്നപ്പോ എനിക്ക് പേടി കുറഞ്ഞു. പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് ആ പ്ലേസ് അവോയ്ഡ് ചെയ്യുക. അതിപ്പോ സ്കൂളാണെങ്കിൽ എന്ത് ചെയ്യും, അത് ആ കുട്ടീനെ ബാധിക്കല്ലേ, സ്കൂളിൽ പോവാതെ സ്കൂളിനെ ഫുള്ളി കംപ്ലീറ്റ്ലി എന്താണ് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിയർ തന്നെ അവരെന്ത് ചെയ്യും, എല്ലാവർക്കും ഉള്ളതായിട്ട് പറയാ, അല്ലെങ്കിൽ ശരിക്കും അവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവരൊരെണ്ണം ജനറേറ്റ് ചെയ്തെടുക്കുക. ഈ രീതിയിലാണ് അവർക്ക് എന്താ റെസ്പോൺസസ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇനി ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കെയർഫുൾ ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫിയർ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമോഷണൽ സയൻസ് നോക്കുക. ഇവർക്ക് എങ്ങനെയാണ് ക്രൈയിങ് വരുന്നുണ്ടോ, പാനിക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. എക്സസീവ് ആയിട്ടുള്ള വെറിയോ ക്രൈയിങ്ങോ, നമ്മൾ ചോദിക്കില്ല എന്തിനാ കരയണെന്ന്, പക്ഷെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ
ആദ്യം നമ്മൾ പോയി ചോദിക്കും, നല്ല രീതിയിൽ ചോദിക്കും. അപ്പൊ ചിലപ്പോ ആ കുട്ടി പറയും ഞാൻ പേടിച്ചിട്ടാ കരയണേ. പിന്നെ നമ്മൾ കുറച്ചേരം കഴിയുമ്പോൾ ചോദിക്കും, അപ്പോഴും പറയും പേടിച്ചിട്ട്. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം മിക്ക പാരന്റ്സ് എന്ത് ചെയ്യും, അന്നാ നീ പേടിച്ചുകൂടി ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൂടെ ഇരുന്നിട്ട് അതിനൊന്ന് വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ അവര് കാണിക്കുന്ന സൈൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ ബിഹേവിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നേരത്തെ ചെയ്ത ആക്ടിവിറ്റീസ് എന്നൊക്കെ പതുക്കെ ഒന്ന് റെഫ്യൂസ് ചെയ്യുക. പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് മാറില്ല, മിക്കപ്പോഴും കെയർ ഗിവറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അവര് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. നേരത്തെ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. നേരത്തെ ആരുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ഇപ്പൊ പോകുന്നില്ല. നേരത്തെ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആള് അന്ന് കല്ലില് ഈ പാമ്പ് കടി ഏറ്റതാണെന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷം ഫുട്ബോൾ കളിച്ചിട്ടില്ല. കാരണം എന്താ, അത് പാരന്റ്സ് വിചാരിച്ചത് അവന്റെ ആ പേടി മാറി എന്നുള്ളതായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഇവൻ ഈ അവോയ്ഡൻസ് തുടങ്ങിയപ്പോഴാണ് പാരന്റ്സിന് മനസ്സിലാവണം, ഓക്കെ ഇത്രയും സീരിയസ് ആയിട്ടാണ് ആളത് മനസ്സിലേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ ആ കുട്ടി സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരോട് ചോദിക്കും, എന്റെ മുഖം ചുമന്നിട്ടുണ്ടാ, എന്റെ മുഖം ഇരുണ്ട് വന്നിട്ടുണ്ടാ, എന്റെ കണ്ണ് ചുമന്നിട്ടുണ്ടാ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ഫിയർ ആണ് ആ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബിഹേവിയറിലുള്ള സയൻസ് നമ്മൾ നോക്കുക. അപ്പൊ ഇമോഷണലി അവരെങ്ങനെയാണ്, ആ ഒരു സങ്കടം കാര്യങ്ങളുണ്ടോ, എക്സസീവ് വെറി ഉണ്ടോ, ഇറിറ്റബിലിറ്റി കാണിക്കുന്നുണ്ടോ. പിന്നെ ബിഹേവിയറിൽ നോക്കുക, ഓവറായിട്ട് കെയർ ഗിവർ ആയിട്ട് എന്താ പറയാ, വിട്ടു പോകുന്നില്ല, ഇങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങും ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടി, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുക. ഒന്നും നേരത്തെയൊക്കെ ജനലൊക്കെ തുറന്നിട്ട് ആള് ജനലൊക്കെ അടച്ചൊരു മൂലക്ക് ഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് കാണിക്കാം. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴേക്കും വയറുവേദന ഏറ്റവും പെട്ടെന്ന് വരുന്നത് വയറിന്. കാരണം നമ്മൾ പേടിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏറ്റവും ആദ്യം ആ ഇമോഷൻ ട്രിഗർ ചെയ്യുന്ന പ്ലേസ് നമ്മളുടെ സ്റ്റൊമക്ക് ആണ്. അപ്പോ വയറുവേദന വരാ, തലവേദന വരാ, ഹാർട്ടിൽ എന്തോ തോന്നുന്ന പോലെ. ആ ഒരു കുട്ടി പറഞ്ഞ കാര്യ, എനിക്ക് ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരാം, എനിക്ക് ഇവിടെ ഇങ്ങനെ എന്തോ തോന്നും പേടിക്കുമ്പോ. അതെന്താ ടീച്ചറെ അങ്ങനെ തോന്നണേ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ അവർക്ക് ആ പാൽപിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തലവേദന. അപ്പൊ അവര് പറയും എന്റെ കൈയൊക്കെ തണുത്ത് വരും, ചിലരുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേർക്കും. ഫിസിക്കലി സിംറ്റംസ് വരാ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുക, എന്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആര് ഭക്ഷണം തരും, എന്നെ ആര് സ്കൂളിൽ കൊണ്ടുപോകും, ഞാൻ ഒറ്റയ്ക്കാവൂലേ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങണ്ടേ, ഈ രീതിയിൽ ഉള്ള പല തോന്നലുണ്ടാവും. ഇപ്പൊ അതിന്റെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആളെന്ന് വെച്ചാൽ ആൾക്ക് ഇപ്പൊ 43 വയസ്സായി. ഓക്കെ, 43 വയസ്സ്, ഡോക്ടേഴ്സിന്റെ ഒരു മകനാണ്. ഓക്കെ, രണ്ട് പാരന്റ്സ് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ മോൻ 43 വയസ്സ്. ഓക്കെ, ചെറുപ്പത്തിലെ പാരന്റ്സ് ജോലിക്ക് പോവുമല്ലോ, അവര് ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പൊ അവര് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഈ മോൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടാവുക. അങ്ങനെ വീട്ടിലുണ്ടായ സമയം ഒരു ദിവസം ഇരുട്ട് കണ്ട് പെട്ടെന്നൊരു നിഴല് വന്നു. അത് കണ്ട് പേടിച്ചു. അത് കഴിഞ്ഞപ്പോ തന്നെ കറണ്ട് പോയി, അത് പേടിയായി. അപ്പോഴും പാരന്റ്സ് വന്നിട്ടില്ല. പാരന്റ്സ് വൈകിട്ട് 6 മണി 6:30ക്കാണ് എത്തുക. പക്ഷെ അന്നത്തെ ദിവസം വന്നത് 8:30ക്കാണ്. അപ്പൊ അത്രയും നേരം അവൻ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു വീട്ടില്. ആ ചെറുപ്പത്തിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആള് ഒറ്റയ്ക്കായിരുന്നു. അതിനുശേഷം ഇതുപോലെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ വേറൊരാള് ചെയ്ത തെറ്റിന് ഈ ഒരു കുട്ടീനെയാണ് പാരന്റ്സ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അടിക്കുകയൊക്കെ ചെയ്തത്. രാത്രി വീണ്ടും നിഴലുകൾ കാണാ, അത് ആൾക്ക് പേടിയായി തുടങ്ങി. പക്ഷെ ഇതുവരെയും ആ ആള് പറഞ്ഞ കാര്യങ്ങൾ പാരന്റ്സ് വിശ്വസിക്കുകയോ വാലിഡേറ്റ് ചെയ്യുകയോ ചെയ്തില്ല. ആള് കല്യാണം കഴിച്ചിട്ടും പ്രശ്നങ്ങളായി, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അങ്ങനെ ബിൽഡ് ചെയ്യാനുള്ളൊരു കപ്പബിലിറ്റി ഇല്ലായിരുന്നു ആൾക്ക് ആ ഒരു ടൈമില്. അതിനുശേഷം ഡോക്ടർ, എനിക്ക് പിന്നെയും ഡൗട്ടായി, ആള് ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോഴും ഭയങ്കര ആൻഷ്യസ് ആണ്, ചുറ്റും നോക്കിയിട്ടാണ് ആള് സംസാരിക്കുക. അതൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും പാരന്റിനോട് ചോദിച്ചപ്പോ പാരന്റ് പിന്നെയാണ് ഓരോ കാര്യം, അപ്പൊ ആള് പറയില്ല. ആള് പറയും എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റും, ഈ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആള് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്റെ അടുത്ത് പറഞ്ഞു എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകുന്ന ആളാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തൊക്കെയോ എന്തോ ആള് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പാരന്റ്സിനോട് വെച്ചത്. പക്ഷെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് നോക്കിയപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് പാരന്റ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഞാൻ പിന്നെ വെറുതെ ഒന്ന് കുറച്ചേരം സംസാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട്, എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പറയുമല്ലോ എന്ന് കരുതിയിട്ട് കൗൺസിലിംഗ് എടുത്തതാണ്. ഈ രീതിയിലാണ് ആ പാരന്റ്സ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോ ഈ പേഴ്സണോട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായത്, ഇതുപോലെ ചൈൽഡ്ഹുഡിൽ ചെയ്യാത്ത തെറ്റിന്
കുറെ പേര് ചേർന്ന് ആളെ ഓടിച്ചിട്ടിട്ടുണ്ട്. ഇത് അതിനൊക്കെ ശേഷം വീട്ടിൽ വന്ന സമയം പാരന്റ്സിന്റെ വക വേറെ വഴക്കുകൾ കിട്ടി. രാത്രിയിൽ പേടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം ഇവൻ പറഞ്ഞിരുന്നു, വീട്ടുകാരോട് പറഞ്ഞിരുന്നു, എനിക്ക് പേടിയാണ്, നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ പാരന്റ്സ് വരില്ലായിരുന്നു. ഇപ്പൊ ആളുടെ ഫാദർ പാരലൈസ്ഡ് ആണ്. ഓക്കെ, അമ്മ മാത്രമാണ് ഇപ്പോഴും വർക്കിനൊക്കെ പോണേ. അപ്പോ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നതിന് ശേഷം എല്ലാ ഡോറും മൊത്തം അടച്ച് ആളകത്തിരിക്കും. ലൈറ്റ് ഒക്കെ ഇടും. കാരണം നിഴല് വരുമോന്ന് ഓർത്തിട്ട് പേടിയാണ്. ആള് പറയും നിഴല് വരുമോന്ന് ഓർത്തിട്ടുള്ള പേടിയാണ് ആൾക്ക് ഉള്ളത്. നേരത്തെ കിടക്കും, രാവിലെ എഴുന്നേക്കും. പക്ഷെ ആരും അകത്തുനിന്ന് പുറത്തേക്ക് പോവാനോ പുറത്തുനിന്ന് അകത്തേക്ക് വരാനൊന്നും വേണ്ട. അപ്പൊ ആള് പറയുന്ന കാര്യം, ചെറുപ്പത്തില് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, ഇപ്പോഴെങ്കിലും നിങ്ങൾ കൂടി ഇരിക്കും. അപ്പൊ അച്ഛൻ പാരലൈസ്ഡ് ആയല്ലോ, പക്ഷെ ആൾക്ക് സന്തോഷം അതില്. അപ്പൊ അച്ഛൻ വേറെ എങ്ങും പോവില്ലല്ലോ, അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ ആൾക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. ആള് അതിന് പക്ഷെ വേറെ ഒന്നും അവര് ചെയ്യുന്നില്ല, പാരന്റ്സ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഫിയർ തന്നെയായിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാം. അതിങ്ങനെ ഓരോ തവണയും ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു. അത് ഇതുവരെ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആള് അതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോ പതുക്കെ ഓരോ കാര്യങ്ങൾ നിർത്താൻ തുടങ്ങി. വേറെ മെഡിസിന് കാര്യങ്ങളൊന്നും എടുത്തില്ല, എല്ലാം പതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. ആൾക്ക് ആ ഒരു കറേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നെ അത് മാറിപ്പോയെ. അപ്പൊ ഒരു പക്ഷെ അത് ചെറുപ്പത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ, ഇത്രയും വരെ ആ ഒരു ഏജ് വരെ അത് നിൽക്കില്ലായിരുന്നു. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. കാരണം ഏതൊരു ഫിയർ ആണെങ്കിലും നമ്മൾ അറ്റ് ഏർലിയസ്റ്റ് തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാന്നുള്ളതാ. ഒരു കുട്ടി പേടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താ പേടി, അല്ലെങ്കിൽ എങ്ങനെയാ പേടിക്കണേ, എന്താ ഇപ്പൊ തോന്നണേ, ഇവിടെ വേദന വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇമോഷൻസിനെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാ, വാലിഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവര് പേടി എന്ന് പറയുന്ന സമയം, എനിക്കും നേരത്തെ നിന്റെ പ്രായത്തിൽ ഇരുട്ടിനെ പേടിയായിരുന്നു. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറയാ എനിക്ക് ഇരുട്ടിനെ പേടിയാണ് അമ്മ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയാണ്, പണ്ട് എനിക്ക് നിന്റെ പ്രായത്തില് ഇരുട്ടിനെ പേടിയായിരുന്നു എന്ന് പറഞ്ഞാ അവിടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുന്നില്ല അല്ലെ. അവിടെ ഓനൊരു കാര്യം പറഞ്ഞു, അമ്മ ഒരു കാര്യം പറഞ്ഞു. അവിടെ ആളുടെ പേടിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, അവരൊരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ അവര് ഇതുപോലെ പേടിയാണെന്ന് പറയുന്ന സമയത്ത് ആ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യാ, വാലിഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ആ ഇമോഷനെ ലേബിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ പലപ്പോഴും അവര് അത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യിപ്പിക്കണം. അതിനാണ് നമ്മൾ കളികളിലൂടെയും വരയ്ക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ആ പേടീനെ പുറത്തേക്ക് എടുക്കണേ. ഇപ്പൊ ഹോസ്പിറ്റലിന് പേടിയായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ നിൽക്കാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. ഈ രീതിയിലാക്കും. അപ്പൊ അതിനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണം. നേരത്തെ ഫിയർ കിട്ടിയ ഒരു പ്ലേസ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് തെറാപ്പി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആർട്ട് തെറാപ്പിയിൽ നമുക്ക് അതിന്റെ അണ്ടറിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനെ ഏറ്റവും സില്ലി ആയിട്ട് വരയ്ക്കുക. നമുക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. ഈവൻ ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമുക്ക് പേടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പേടി എന്താണോ അതിനെ ഏറ്റവും സില്ലി ഫോമിൽ വരയ്ക്കുക. പാമ്പിനെ പേടിയുണ്ടായിരുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് വേറെ CBT ഒക്കെ അതിന്റെ കൂടെ കൊടുത്തിരുന്നു. അതിന്റെ കൂടെ ചെയ്ത ആർട്ട് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ പേടി പാമ്പിനല്ലേ, അപ്പൊ നമുക്ക് പാമ്പിനെ തന്നെ അങ്ങ് വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് വരയ്ക്കാൻ അറിയൂല. ഞാൻ പറഞ്ഞു പിന്നെ വരയ്ക്കാൻ അറിഞ്ഞിട്ട് വേണോ, എന്റെ മനസ്സിലില്ലേ, നീ വരച്ചോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 5-6 സീൻ വരണ പോലെ ഈ കോമിക് ബുക്കിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ വരപ്പിച്ച സമയത്ത് പാമ്പിനെ വരച്ചു. ആദ്യം പാമ്പും ഇവനും തമ്മിൽ കാണുന്ന പോലെ വരച്ചു, പിന്നെ ഇവര് സംസാരിക്കുന്ന പോലെ, പിന്നെ പാമ്പിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്ന ഈ ഒരു ഇത്രയും വരെ. എന്നിട്ട് അവൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോവാ. ഇതാണ് അവൻ വരച്ചത്. ഈ വരച്ച് ആ പാമ്പിനെ തല്ലിക്കൊല്ലുന്നതായിട്ട് അവൻ വരച്ചൊരു സീനുണ്ട്. ബാക്കി വരച്ച പോലെയല്ല. ആ പോയിന്റിൽ അവൻ വരയ്ക്കുന്ന സമയത്ത് അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ മാറുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ വരയ്ക്കുമ്പോൾ അവൻ നല്ല മുറുക്കെയാണ് വരയ്ക്കണം, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കണം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേടീനെ എക്സ്റ്റേണലൈസ് ചെയ്ത്, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഈ പേടിയും കാര്യങ്ങളും വരുമ്പോ നമ്മൾ ഉള്ളിലുള്ള കാര്യമല്ലേ, അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാ. അത് വേറൊരാൾക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ട, അല്ലെങ്കിൽ അത് നമ്മളൊന്ന് എഴുതിയതിന് ശേഷം ആ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടും.
ഓക്കെ. അപ്പൊ നമുക്ക് ഉള്ളില് ഫിയർ ഉണ്ടെങ്കിലും അത് പുറമെ നമ്മൾ ഇത് എക്സ്റ്റേണലൈസ് ചെയ്യുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വരയ്ക്കുന്നതും കളിക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ അവന് ചെയ്ത വേറൊരു തരം ആർട്ടിൽ വന്നത് ഒരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ ഫുള്ള് ഒരു പാമ്പിനെ വരച്ചു. പാമ്പിനെ വരച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇത്രയും ദിവസം കളിക്കാൻ പോയില്ല, ഇത്രയും ദിവസം ഫുട്ബോൾ കളിക്കാൻ പറ്റിയില്ല, സ്കൂളിൽ പോയിട്ട് നിന്റെ ഫ്രണ്ട്സിനോട് നിനക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നു, ഇതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹൈ വോയിസിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന അത്രയും നേരം നീ 2 കൈയിലും പെൻ വെച്ചിട്ട് ആ പാമ്പിന്റെ പിക്ചർ മൊത്തം നീ കുത്തു വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ പക്ഷെ സത്യത്തില് ഫസ്റ്റ് വിചാരിച്ചത് ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അല്ല, നല്ല രീതിയിൽ തന്നെ പെൻസിൽ കുത്തി പിടിച്ചിട്ട് അവൻ ആ ദേഷ്യം മുഴുവൻ ആ സമയത്ത് പുറത്തു വന്നു എന്നുള്ളതാ. എക്സ്പ്രഷൻസ് ഒക്കെ പുറത്തേക്ക് നന്നായിട്ട് വരുന്നുണ്ടായി. അതിനുശേഷം അവൻ പറഞ്ഞു, മതി, എനിക്ക് റിലാക്സ് ആയി. പിന്നെ അത് കീറിയും കൂടി കളഞ്ഞപ്പോ ആള് ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് അത് ഫൈനലായിട്ട് അത് മാറിപ്പോയെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, അതും ഒരു ടെക്നിക്കാണ്. ആർട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റും. കളിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫിയറിനെ നേരിടാം. പിന്നെ ഗ്രാജുവൽ ആയിട്ട് എക്സ്പോഷർ ചെയ്യുക. എന്തിനാണോ പേടിക്കുന്നത് അതിനെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് എക്സ്പോഷർ ചെയ്യിപ്പിക്കുക. പതുക്കെ ഓരോന്നായിട്ട്. ഇപ്പൊ പാമ്പിനെ പേടിയാണ് ജസ്റ്റ് ഫോട്ടോ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഇവന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിനെ ഇവന് പേടിയാ. പക്ഷെ ഇവൻ സ്ഥിരമായിട്ട് വാവ സുരേഷിന്റെ വീഡിയോസ് കാണും, പാമ്പിനെ പിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ നോക്കുമ്പോൾ പാമ്പിനെ പേടിയാണ്. അപ്പൊ ഇത് ചെയ്തപ്പോഴേക്കാണ് മാറിപ്പോയത്. പിന്നെ ഇരുട്ടിനെ പേടിയാണെങ്കിൽ ഇരുട്ടിനെ നേരിടാൻ പഠിക്കണമല്ലോ. അപ്പൊ ചെറിയൊരു എന്താ പറയാ, ഫുള്ളി ഇരുട്ടുള്ള മുറിയിലേക്ക് ആളെ കയറ്റി വിടാതെ നമ്മളും കൂടെ ചെന്ന് ആദ്യം ആ റൂമിൽ ഇരിക്കുന്ന പോലെ, എന്നിട്ട് നമ്മുടെ കയ്യിൽ കളർഫുൾ ആയിട്ടുള്ള കുറെ ലൈറ്റ്സ് ഉണ്ട്, ആ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് മുറി ഡാർക്ക് ആക്കുക. കൂടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോയ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ പതുക്കെ എക്സ്പോഷർ ചെയ്യിപ്പിച്ച് അവസാനം ഇരുട്ടിയിൽ നമ്മൾ നിർത്തുക. അങ്ങനെ പതുക്കെ നമ്മൾ എന്താ ഗ്രാജുവൽ എക്സ്പോഷർ ചെയ്യിപ്പിച്ചിട്ട് ആ ഫിയറിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാം ബിഹേവിയർ മോഡൽ ചെയ്ത് പഠിപ്പിക്കുക. ചിലപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും, കെയർ ഗിവേഴ്സ് എങ്ങനെയാണോ ആ രീതിയിൽ അതനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യാം, നമ്മളും അതേപോലെ നമുക്കൊരു ഫിയർ ഉണ്ടെങ്കിലും ആ കുട്ടികൾ ചിലപ്പോൾ നമ്മളെ ആയിരിക്കാം മോഡൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടും കാര്യങ്ങളാണ്. ഇനി നമ്മളുടെ കയ്യിൽ ഇത് നിൽക്കുന്നില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഹെൽപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ പാരന്റ്സ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ തന്നെയും നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു പേടി പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓവർ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇരുട്ടിനെ പേടിക്കുമ്പോൾ തന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും അവർക്ക് അതിൽ നിന്നൊക്കെ ഇത് ഓക്കെ ആണെന്നുള്ളൊരു ഫീലിലേക്ക് വരും. അപ്പോൾ ഓവർ പ്രൊട്ടക്ഷൻ ചെയ്യാതെ തന്നെ ഗ്രാജുവൽ എക്സ്പോഷർ ചെയ്യിപ്പിക്കുക, ക്രിറ്റിസിസംസ് ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് ആ ഫിയറിന്റെ കൂടെ തന്നെ ഒരു ഷെയിം ഫീലിങ്ങും നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറയരുത്. ഒരു സമയം പറഞ്ഞു അങ്ങനൊന്നും ഇല്ലടാ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരുന്ന പോയിന്റിൽ അവനൊന്ന് അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഉണ്ട്, ഞാൻ നിന്നോട് അന്ന് വെറുതെ പറഞ്ഞതാ, ഇന്ന ആള് വന്നിട്ട് നിന്നെ പിടിച്ചിട്ട് പോട്ടെ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പറയുമ്പോഴേക്കും അത് കുട്ടിയിൽ കൺഫ്യൂഷൻ ജനറേറ്റ് ആണ് ചെയ്യണേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മീഡിയ എക്സ്പോഷർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് നോക്കുക. കാരണം നമുക്കത് കൺട്രോളിങ് ഒക്കെ വളരെ ഭയങ്കര ലിമിറ്റഡ് ആണെങ്കിൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ മീഡിയയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് വരാം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ആ ഞെട്ടൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി പരമായിട്ട് എപ്പോഴും ചില വീടുകളിൽ എല്ലാവരും കൂടി കൂടുമ്പോൾ പറയാനുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. എല്ലാ വീട്ടിലല്ല കേട്ടോ, ചില വീട്ടിലൊക്കെ എല്ലാരും കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നടന്ന പ്രശ്നങ്ങള്, പിന്നെ ഡേഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയാ. ആ സമയത്ത് കുട്ടികൾ എൻജോയ് ചെയ്യുമെങ്കിൽ പോലും അവരറിയാതെ അവരുടെ ഉള്ളിൽ എന്താ ആ ത്രെറ്റ് ഇന്റർണലൈസ് ആയിട്ട് മാറും. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക, അവരെ ഷെയിം ചെയ്യാതിരിക്കുക, നമ്മൾ ഇമോഷൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നിനക്ക് ഇങ്ങനെ തോന്നിയില്ല, അതെന്താന്ന് അറിയോ? നമുക്ക് പേടിയുള്ളത് കൊണ്ടിട്ടാണ് അല്ലെ? പേടി ചില സമയത്ത് ഇങ്ങനെയാ വരാ, പക്ഷെ ചില സമയത്തുണ്ടല്ലോ പേടി വരുമ്പോ നമുക്ക് നമ്മളുടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കഥകളിലൂടെ കാര്യങ്ങൾ പറയാ, ഗ്രാജുവൽ എക്സ്പോഷർ ചെയ്യിപ്പിക്കുക. ആദ്യം പിക്ചർ കാണിച്ചു കൊടുക്കുക, പതുക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുക, ഒബ്സർവ് ചെയ്യാനായിട്ട് പറയാ, പതുക്കെ ടച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്ത് നോക്കുക, ആ രീതിയിൽ ചെയ്യുക. നമ്മൾ കാംനെസ് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവോയ്ഡൻസ് ഒക്കെ പരമാവധി നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അവർ എല്ലാത്തിൽ നിന്നും അവോയ്ഡ് ചെയ്ത് മാറിയിരിക്കുന്നത് പതുക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യണേ. ഇനി ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്നാണെങ്കിൽ എൻ്റെ നമ്പർ നമ്മളുടെ സൈസോണിന്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കണം എന്നാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ, ഞാൻ റിപ്ലൈ ചെയ്ത് തരാം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ ഫിയർ ഉള്ളത് കൊണ്ടിട്ട് എന്താ പറയാ, ചിലപ്പോ പാരന്റ്സിനാണെങ്കിലും ഫസ്റ്റ് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാൻ, ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നോക്കാം, ഞാൻ ചിലപ്പോൾ ടൈം എടുക്കും. നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ നോക്കാം കേട്ടോ. ഈ റൈറ്റിംഗ്സ് ഒന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ? ഗ്രൂപ്പിലിടോ കേട്ടോ. ഗ്രൂപ്പിലുണ്ടോ? സൈസോണിലുണ്ട് എല്ലാരും. ഓക്കെ, താങ്ക് യു. അതിലിട്ടരാം. ഓക്കെ. Yummy food smell stimulate my appetizer. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? Appetizer. ഓക്കെ, ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ PPT അയച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Okay, thank you, ma'am. Thank you all. Good night. Thank